നോമ്പുകാലം 5-ാം വാരം വ്യാഴം. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശു യഹൂദരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രാഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി. ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമാണെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്കിനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. കർത്താവിൻ്റെ സുവിശേഷം. യേശു യഹൂദരോട് തൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ അത് ഉൾക്കൊള്ളുവാനുള്ള വിശ്വാസമോ കർത്താവ് ആരാണ് എന്നതിനെപ്പറ്റിയുള്ള അറിവോ അവർക്ക് ഉണ്ടായിരുന്നില്ല. സംസാരിക്കുന്നതിനിടയിൽ യേശു വളരെ സുവ്യക്തമായി പറയുന്നു, നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത് എൻ്റെ പിതാവിനെയാണ്. ഞാൻ പിതാവിനെയും പിതാവ് എന്നെയും അറിയുന്നുവെന്നും തൻ്റെ പിതാവ് തന്നെ മഹത്വപ്പെടുത്തുന്നുവെന്നും കർത്താവ് പറയുന്നു. അതോടൊപ്പം തന്നെ താൻ അബ്രാമിനേക്കാൾ വലിയവനാണെന്നും അബ്രാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ താൻ ഉണ്ടായിരുന്നുവെന്നും പ്രഖ്യാപിക്കുന്നു. അത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം കേൾക്കുവാൻ പ്രയാസമുള്ള വചനങ്ങളായിരുന്നു. കാരണം അവരുടെ പിതാവായിരുന്ന അബ്രാമിനേക്കാൾ വലിയവനാണ് താനെന്ന് കർത്താവ് അവരോട് സംസാരിക്കുന്നു. ആ വചനങ്ങൾ കേട്ട് കോപാകുലരായി യഹൂദർ കർത്താവിനെ എറിയുവാൻ കല്ലുകളെടുത്തു. എന്നാൽ കർത്താവ് ദേവാലയത്തിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. താൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല എന്നും അത് തൻ്റെ പീഡാസഹനങ്ങളിലേക്കും മരണത്തിലേക്കും നയിക്കുമെന്നും അറിയാമായിരുന്നിട്ടും ഒരിക്കൽ പോലും പിന്തിരിയാതെ ദൈവവചനം പ്രഘോഷിച്ച യേശുവെ, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ കണ്ട് ആകുലപ്പെടാതെ നല്ല വിശ്വാസികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.